ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. ബഹുമാനപ്പെട്ട സാക്ഷി ടിവിക്ക് സത്യസന്ധമായ വാർത്തകൾ, പാറ മാഫിയക്കെതിരെ നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷി ടിവിക്ക് എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ദീർഘകാലം ചടയമംഗലം കിഴക്ക് 1684 നമ്പർ NSS കരയോഗത്തിൻ്റെ മുൻ പ്രസിഡന്റും കേരള സ്റ്റേറ്റ് എക്സറീസ് ലീഗിൻ്റെ ചടയമംഗലം യൂണിറ്റ് വൈസ് പ്രസിഡന്റും സ്വർഗ് കേരള എന്ന വിമുക്ത സംഘടനയുടെ സംസ്ഥാന കൺവീനറും ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സമരസമിതി കൺവീനറുമായി എസ് നന്ദനപിള്ള പ്രതികരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ചടയമംഗലം പഞ്ചായത്തിലെ കണ്ണങ്കോട് കടന്നൂർ വാർഡ് ഒരു 10 വർഷവും കൂടെ കഴിയുമ്പോൾ ഈ ചടയമംഗലം പഞ്ചായത്തിൽ നിന്ന് ഈ കണ്ണങ്കോട് വാർഡ് കോറി മാഫിയയുടെ കയ്യിൽ അകപ്പെടും. ഇതിന് യാതൊരു സംശയവും വേണ്ട. നിരന്തരം ഓരോ പ്രദേശങ്ങളിൽ അവർ അന്യായ വിലകൾ കൊടുത്ത് വാങ്ങിക്കൂട്ടുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങൾ ഈ മോഹന വാഗ്ദാനങ്ങൾക്ക് കീഴ്പ്പെടുകയാണ്. ജനങ്ങൾ ഇത് മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി ഈ കോറി മാഫിയക്കെതിരെ ശക്തമായി ഒരു സമരം, അവിടെ ഒരു സമര മുന്നണി രൂപീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ നാളെ ഈ കണ്ണങ്കോട് വാർഡ് ചടയമംഗലം പഞ്ചായത്തിൽ നിന്നും അസ്തമിക്കപ്പെടും. അതുപോലെ ചടയമംഗലം പഞ്ചായത്തിൻ്റെ 4 സൈഡും കോറി മാഫിയ നിറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മളെ കല്ലുമല, കുഴിയത്ത്, അതുപോലെ കണ്ണമ്പാറ പോരയിടം, അതുപോലെ നമ്മളെ മേടയിൽ UP സ്കൂൾ നിലനിൽക്കുന്നിടത്ത് ചെറിയ ഒരു പരിപാടിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് പാറ ഖനനം നടക്കുകയാണ്. അവിടെയും ഇപ്പോൾ ഈ സാക്ഷിയുടെ നിരന്തര ഇടപെടൽ കൊണ്ട് അത് താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ്. ചടയമംഗലം പഞ്ചായത്തിൽ പാറ മാഫിയ ഏതാണ്ട് 10 വർഷക്കാലമായി പിടിമുറുക്കിയിട്ട്, ആദ്യമായി കടക്കൽ പഞ്ചായത്തിലെ അട്ടിയിലാണിത് തുടങ്ങി വെച്ചത്. അട്ടിയിൽ നിന്ന് തുടങ്ങി ചടയമംഗലം പഞ്ചായത്തിൻ്റെ കണ്ണങ്കോട് കടന്നൂർ വാർഡിലേക്ക് ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അട്ടിയിൽ വാർഡിൽ നിന്നും നേരെ ചടയമംഗലം പഞ്ചായത്തിലെ കണ്ണങ്കോട് കടന്നൂർ വാർഡിലേക്ക് 2 പുതിയ കോറി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ അവിടുത്തെ ജനങ്ങളോ ഒരു ജനകീയ സമരസമിതിയോ ഇതുവരെയും രൂപീകരിക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് ഉദാഹരണം, അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം ഒരു ട്രേഡ് യൂണിയന്റെ നിലവിൽ കൊണ്ടുവരികയും അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ ഈ പാറക്കോറി ഉറപ്പു നൽകുകയുണ്ടായി. ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ തന്നെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ പാറക്കോറി മാഫിയ കടന്നൂർ പ്രദേശം വിട്ട് ഏതാണ്ട് 1 കിലോമീറ്ററിനകത്ത് മറ്റ് സ്ഥലങ്ങളിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടി ഇവർക്ക് വീടും വസ്തുവും നൽകുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പുതുതായിട്ട് 2 കോറി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ആ പിടിമുറുക്കിയിരിക്കുന്ന കോറി മാഫിയ ഈ വാങ്ങിക്കൊടുത്ത സ്ഥലവും വീടും വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ. ഇപ്പോൾ 50 ലക്ഷം രൂപ വിലയുള്ള 1 സെന്റ് വസ്തുവിന് 100 ലക്ഷം രൂപയാണ് അവർ കൊടുക്കുന്നത്. ഈ മോഹന വാഗ്ദാനങ്ങളിൽ ഈ ജനങ്ങൾ കബളിക്കപ്പെടുകയാണ്. നമ്മൾ നിരന്തരം ഇത് സാക്ഷി TV എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ചടയമംഗലത്തെ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി, അതുപോലെ സമുദായ സംഘടനകൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഈ കോറി മാഫിയയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് പറയാനുള്ളൂ, ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് അവർ ആൾറെഡി പരിസ്ഥിതി അല്ലെങ്കിൽ ജിയോളജിക്കൽ വകുപ്പിൽ നിന്ന് NOC വാങ്ങുന്നു, ഫോറസ്റ്റിൽ നിന്ന് NOC വാങ്ങുന്നു, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് NOC വാങ്ങുന്നു. മറ്റെല്ലാം അവർ കരസ്ഥമാക്കിയിട്ടാണ് പഞ്ചായത്തിനെ സമീപിക്കുന്നത്. പഞ്ചായത്തിന് അത് കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം 30 ദിവസം വരെ അവർക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട്
പഞ്ചായത്ത് കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവർക്ക് സെക്രട്ടറിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും NOC ഇവർ വൻ തുകകൾ മാഫിയക്ക് നൽകിക്കൊണ്ടാണ് ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി ഉദ്യോഗസ്ഥരും ഈ ജിയോളജിക്കൽ വകുപ്പും എല്ലാം വന്ന് ഇവിടെ മീറ്റിംഗ് നടത്തുന്നു, സമ്മേളനം നടത്തുന്നു. ശ്രീപത്മം പാലസിൽ വെച്ച് മീറ്റിംഗ് നടത്തി. ഈ കോറിയുടെ തുടങ്ങുന്ന സ്ഥലത്തുള്ള ഒരൊറ്റ മനുഷ്യനും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നില്ല. അവർ മദ്യവും മറ്റും വിളമ്പിക്കൊണ്ട് പൈസകൾ എറിഞ്ഞുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ ആളിനെ കൊണ്ടുവന്നിരുത്തുകയാണ് ഈ സമ്മേളനങ്ങളിലും ഈ മീറ്റിങ്ങുകളിലും. അവിടത്തുള്ള ജനങ്ങൾ പിന്നെയാണ് അറിയുന്നത് ഇവിടെ കോറി വരുന്നു. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയണം. ഈ മാഫിയക്കെതിരെ ശക്തമായ പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഗ്രീൻഫീൽഡ് ഹൈവേ നമ്മളെ ചടയമംഗലം പഞ്ചായത്തിൽ കൂടെയാണ് കൂടുതൽ സ്ഥലങ്ങളും വിട്ടുകൊടുക്കുന്നത്. നമ്മളെ ബഹുമാനപ്പെട്ട ചിഞ്ചുറാടി മേഡം നമുക്ക് മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ജനങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പുകളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈവേ അതോറിറ്റിയും ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട MLA അതും നമ്മളെ മന്ത്രിയും ഉടനടി ഈ ജനങ്ങളുടെ ഒരു പൊതുയോഗം വിളിച്ച് ഈ ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് സമരസഭയുടെ കൺവീനറായ എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ചടയമംഗലം പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ നയം വ്യക്തമാക്കണം. ഈ പാറക്കോറിയക്ക് മാഫിയക്കെതിരെ ഏതാണ്ട് മുക്കാൽ പാർട്ടികളും ഇതിനകത്തു കൂടി സാക്ഷി TV കൂടി നമ്മൾ അറിയാൻ കഴിഞ്ഞത് മുക്കാൽ പാർട്ടികളും ചടയമംഗലത്തുള്ള ഏതാണ്ട് മിനിമം ഒരു 4-5 പാർട്ടികൾ എല്ലാം ഇതിന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി വ്യക്തമാക്കാനുള്ള പാർട്ടികൾ കൂടി ഈ നയങ്ങൾ വ്യക്തമാക്കണം. ജനങ്ങൾക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്.